ഈ കാണുന്ന കാഴ്ചകളും കൂടാതെ മറ്റു വളരെ രസകരമായതുമായ കാഴ്ചകളാണ് യൂണിയൻ സ്റ്റേഷൻ കാൻസാസ് സിറ്റിയിലെ ക്രിസ്മസ് വില്ലേജിൽ നമ്മൾ കാണാൻ പോകുന്നത്. മനോഹരമായ ഈ കാഴ്ചകളുടെ ഒന്നാം ഭാഗമാണ് ഈ വീഡിയോ. രണ്ടാം ഭാഗം ഉടനെ പ്രതീക്ഷിക്കാം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കാൻസാസ് സിറ്റി മിസൂറിയിലെ യൂണിയൻ സ്റ്റേഷൻ്റെ ലോബിയാണ് ഇത്. ഇവിടെ 40 അടി ഉയരമുള്ള ഒരു ജയൻറ്റ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത് കണ്ടോ. ലാൻഡ്സ്കേപ്പ് മോഡിൽ ഒറ്റ ഫ്രെയിമിൽ ഇത് ഉൾക്കൊള്ളുകയില്ല. ഇത് നമുക്ക് താഴെ മുതൽ മുകൾ വരെ ഒന്ന് കാണാം. മുഴുവൻ ഒരുമിച്ച് കാണാൻ ക്യാമറ പോർട്രേറ്റ് മോഡിലേക്ക് ഒന്ന് തിരിക്കാം. ഇവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് വില്ലേജ് സന്ദർശിക്കാം. ഇതാണ് ക്രിസ്മസ് വില്ലേജിൻ്റെ എൻട്രൻസ്. ഇവിടെ അറൈവൽസിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇരുവശത്തുമായി നിറയെ ക്രിസ്മസ് ട്രീകളും മറ്റ് അലങ്കാരങ്ങളും ഒരുക്കിയിരിക്കുന്നു. വലതുവശത്ത് ചുവപ്പും വെള്ളയിലുമുള്ള പൂക്കൾ കൊണ്ട് തീർത്ത വളരെ ഭംഗിയുള്ള ട്രീ കാണാം. ഞങ്ങളുടെ ടീമുകൾ ഇവിടെ ഫോട്ടോ എടുക്കുകയാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരുക്കിയിരിക്കുന്ന ഈ അലങ്കാരം എത്ര മനോഹരമാണ്. ഇവിടെ ഇരുവശങ്ങളിലുമായി ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായ 2 റെയിൻഡിയറുകൾ കാണാം. അവിടെയും കാഴ്ചക്കാർ ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ഗ്രാമം ഒരുക്കിയിരിക്കുന്നു. ഇടതുവശത്തും അതുപോലെ തന്നെയുള്ള ഒരു ഗ്രാമം ഒരുക്കിയിട്ടുണ്ട്. ഇടത് സൈഡിലെ ഭിത്തിയോട് ചേർന്ന് ഒരു വലിയ ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നു. നമുക്ക് മുൻപോട്ടുള്ള കാഴ്ചകൾ കാണാം. എവിടെ നിന്നോ ആരൊക്കെയോ ഉച്ചത്തിൽ പാടുന്നുണ്ട്. ഇതാണ് സാന്താസ് ക്രിസ്മസ് ട്രീ ഫാക്ടറി. അത് നമുക്കൊന്ന് കാണാം. ഇവിടെ ഈ ക്ലോക്കിൻ്റെ അടിയിൽ നിന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. ഈ പെൻഗ്വിൻ ഗ്രൂപ്പായിരുന്നു ഉച്ചത്തിൽ പാടിക്കൊണ്ടിരുന്നത്. അവരുടെ പാട്ട് അല്പനേരം കേട്ടാലോ. ഇതാണ് വിൻ്റർ വണ്ടർലാൻഡ്. നിറയെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു വനം പോലെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ളിൽ കടന്ന് വലുതും ചെറുതുമായ സാന്തയുടെ തലയുടെ ഭാഗത്ത് നമ്മുടെ തല കടത്തി വെച്ച് ഫോട്ടോ എടുക്കാം. ഈ കാണുന്ന യൂണിയൻ സ്റ്റേഷൻ്റെ എൻട്രൻസ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവിടെയുള്ള സോഫയിലിരുന്ന് ഫാമിലി ഫോട്ടോ എടുക്കാം. 1914 യൂണിയൻ സ്റ്റേഷൻ കാൻസാസ് സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതാണ് സാന്താസ് ഹോളിഡേ വില്ലേജ്. മഞ്ഞ് വീണ് കിടക്കുന്ന മനോഹരമായ ഗ്രാമത്തിൻ്റെ രൂപമാണ് ഇത്. ഇവിടെ ബാക്ക്യാർഡിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിൽ സ്കേറ്റ് ചെയ്യുകയാണ് ഈ കുട്ടികൾ. ഈ വീടുകൾക്ക് എത്ര ഒറിജിനാലിറ്റിയും ഭംഗിയുമാണെന്ന് കണ്ടോ. ഇതാണ് സാന്തയുടെ വർക്ക്ഷോപ്പ്. ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ കളിപ്പാട്ടങ്ങൾ സാന്ത റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. ഈ റെയിൻഡിയറുകൾ നമുക്ക് വേണ്ടി പാട്ട് പാടുവാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ ഈ വെള്ളപ്പീഠത്തിലെ നീല ബട്ടൺ അമർത്തിയാൽ അവർ പാട്ട് തുടങ്ങും. നമുക്ക് ഒന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ ബട്ടൺ അമർത്തട്ടെ അല്ലേ. ഓക്കെ.
ക്രിസ്മസ് വില്ലേജിലെ ഒരു മിനി ഹോളിഡേ ട്രെയിൻ റൈഡ് ആണ് ഇത്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ റൈഡ് യൂണിയൻ സ്റ്റേഷൻ മെമ്പേഴ്സിന് ഫ്രീയും നോൺ മെമ്പേഴ്സിന് $5 ചാർജ്. ഒരുപറ്റം കുട്ടികൾ ഇപ്പോൾ ഇത് റൈഡ് ചെയ്യുകയാണ്. അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം കാണാൻ എത്ര രസമാണ് അല്ലേ? ഈ കാണുന്ന ചെറിയ ട്രാക്കിലൂടെയാണ് ഈ ട്രെയിൻ ഓടുന്നത്. ഈ ട്രാക്കിൻ്റെ നടുവിൽ ഒരു അലങ്കൃതമായ ട്രെയിൻ സ്റ്റേഷൻ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. മാളു ഇത് റൈഡ് ചെയ്യാൻ സന്തോഷത്തോടെ റെഡിയായിരിക്കുകയാണ്. കൂടെ മറ്റു കുട്ടികളും എക്സൈറ്റ്മെൻറ്റോടെ ഇരിക്കുന്നു. ഇതാ ഡ്രൈവർ എത്തി റൈഡ് തുടങ്ങിയിരിക്കുന്നു. ഇത് നമുക്ക് ഒരു റൗണ്ട് കണ്ടാലോ? കാൻസാസ് സിറ്റീസ് ഹോം ഫോർ ദ ഹോളിഡേയ്സ് ആണ് യൂണിയൻ സ്റ്റേഷനിലെ കാഴ്ചകൾ. ഇവിടെ അതിമനോഹരമായ മലകൾ നിറഞ്ഞ ഒരു ഗ്രാമമാണ് ഒരുക്കിയിരിക്കുന്നത്. വിൻ്ററിൽ നിറയെ മഞ്ഞു മൂടിക്കിടക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കുമ്പോൾ കാണുന്ന മനോഹാരിതയാണ് ഇതിന്. മലയുടെ ഓരോ മടക്കുകളിലുമായി വളരെയേറെ ട്രെയിൻ ട്രാക്കുകൾ കാണാം. ഓരോ ട്രാക്കിലും വ്യത്യസ്ത രൂപത്തിലുള്ള ട്രെയിനുകൾ ഓടുന്നത് നോക്കി നിൽക്കാൻ എത്ര രസമാണല്ലേ? അതിൻ്റെ ഇടയിലൂടെയുള്ള ഈ ട്രെയിനുകളുടെ യാത്രകൾ കൺകുളിർപ്പിക്കുന്ന ഒരു അനുഭൂതിയാണെന്ന് പറയാതെ വയ്യ. ഈ വരുന്ന നീല നിറത്തിലുള്ള ട്രെയിനിന് എത്ര ഒറിജിനാലിറ്റിയാണ് അല്ലേ? ശരിക്കും മഞ്ഞുകാലത്ത് മുകളിൽ സ്നോ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒറിജിനൽ ട്രെയിൻ ആണെന്നേ പറയും. ക്രിസ്മസ് വില്ലേജിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ.